കായംകുളം പുനലൂർ റോഡിൽ ഒരു അപകടകരമായ രീതിയിലുള്ള ഒരു യാത്ര നടന്നത് പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും. നമ്മൾ ഇതുപോലെ ഒരു വൈകുന്നേരം സമയത്താണ് കണ്ടത്. 5 യുവാക്കൾ ഒരു ഇന്നോവ കാറിൽ പുറത്തേക്കൊക്കെ ഇറങ്ങി വളരെ വിശാലമായി കാറ്റുകൊണ്ടു പോകുന്ന യാത്ര. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ അവരവരുടെ ശിക്ഷ ഇപ്പോൾ എടുത്തു തുടങ്ങിയിരിക്കുകയാണ്. അവിടെ മെഡിക്കൽ കോളേജിൽ സേവനം നടത്തുക, സന്നദ്ധ സേവനം നടത്തുക എന്നതായിരുന്നു അവർക്കുള്ള ശിക്ഷ. മോട്ടോർ വാഹന വകുപ്പ് സാമൂഹ്യ സേവനം ശിക്ഷയായി വിധിച്ചതിനെ തുടർന്നാണ് യുവാക്കൾ ആശുപത്രിയിൽ സേവനത്തിനെത്തിയത്. 5 പേരിൽ 3 പേർ അത്യാഹിത വിഭാഗത്തിലും 2 പേർ അസ്ഥിരോഗ വിഭാഗത്തിലുമാണ് സേവനം നടത്തുന്നത്. യുവാക്കൾ പ്രായപൂർത്തിയാകാത്തവരായതിനാൽ ദൃശ്യങ്ങൾ പകർത്താൻ അനുമതിയില്ല. കായംകുളം പുനലൂർ റോഡിൽ വെട്ടിക്കോട്ട് ഭാഗത്ത് കാറിൽ അപകടകരമായ രീതിയിൽ യാത്ര ചെയ്ത 5 യുവാക്കൾക്കുള്ള സാമൂഹ്യ സേവന ശിക്ഷ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെ ഈ 5 യുവാക്കളും ഇവിടെ ഈ സാമൂഹ്യ സേവന ശിക്ഷയ്ക്ക് ഹാജരായി. രാവിലെ സൂപ്രണ്ട് ഓഫീസിലെത്തി അവരെ അത്യാഹിത വിഭാഗത്തിലേക്ക് അയക്കുകയായിരുന്നു. ഈ കാണുന്ന അത്യാഹിത വിഭാഗ ബിൽഡിങ്ങിലാണ് അവർ ഇപ്പോൾ സേവനം അനുഷ്ഠിക്കുന്നത്. ഇവിടെ വരുന്ന രോഗികളുടെ ഈ OP ടിക്കറ്റും മറ്റും വാങ്ങി ഡോക്ടർമാർക്ക് കൊടുക്കുക, ഫാർമസിയിലേക്ക് അവരെ അയക്കുക, മറ്റുള്ള അത്തരം ജോലികളാണ് ഇപ്പോൾ രാവിലെ ഈ യുവാക്കൾ നിർവഹിക്കുന്നത്. ഈ 5 പേരിൽ പ്രായപൂർത്തിയാകാത്ത ആളുകൾ ഉള്ളതുകൊണ്ട് അവരുടെ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നത് ഇന്ന് കഴിയില്ല. നിയമപരമായി അതിന് തടസ്സമുണ്ട്. ആശുപത്രി അധികൃതരും അത് അനുവദിക്കുന്നില്ല. എന്തായാലും രാവിലെ 10 മണിയോടെ തന്നെ ഇവർ ഈ 5 പേരും ഇവിടെ ശിക്ഷയുടെ ഭാഗമായി സാമൂഹ്യ സേവനത്തിന് എത്തിയിട്ടുണ്ട്. ഇവിടെ സേവന ജോലികളാണ് അവരിപ്പോൾ ചെയ്യുന്നത്. 4 ദിവസം ഈ അത്യാഹിത വിഭാഗത്തിലും അതോടൊപ്പം തന്നെ അസ്ഥിരോഗ വിഭാഗത്തിലും സേവനം ാണ് മോട്ടോർ വാഹന വകുപ്പ് ഇവരോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇത് കഴിഞ്ഞാൽ പിന്നീടുള്ള 3 ദിവസം പത്തനാപുരം ഗാന്ധി ഭവനിലാണ് ഇവർക്ക് സേവനം അനുഷ്ഠിക്കേണ്ടത്. അങ്ങനെ മൊത്തത്തിൽ 7 ദിവസമാണ് ഈ സാമൂഹ്യ സേവന ശിക്ഷ മോട്ടോർ വാഹന വകുപ്പ് ഈ അപകടകരമായ രീതിയിൽ കാറിൽ യാത്ര ചെയ്തതിന്റെ പേരിൽ എടുത്തിരിക്കുന്നത്. ഇവർ സഞ്ചരിച്ചിരുന്ന ഇന്നോവ കാർ ഓടിച്ചിരുന്ന ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ലൈസൻസ് റദ്ദാക്കാനുള്ള നടപടികളും പുരോഗമിക്കുകയാണ്. എന്തായാലും മാതൃകാപരമായിട്ടുള്ള ഒരു ശിക്ഷ, അവർക്ക് മനപരിവർത്തനം ഉണ്ടാകേണ്ട തരത്തിലുള്ള ഒരു ശിക്ഷ നൽകുന്നു എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത്. ഇതിനുശേഷം ഈ ട്രാഫിക് ബോധവൽക്കരണ ക്ലാസുകൾ ഇവരെ കൊണ്ട് എടുപ്പിക്കുന്ന കാര്യവും മോട്ടോർ വാഹന വകുപ്പ് പരിഗണിക്കുന്നുണ്ട്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് ജിനേഷിനൊപ്പം റിപ്പോർട്ടർ ആർ ശ്രീജിത്ത്, റിപ്പോർട്ടർ ആലപ്പുഴ. അപ്പോൾ ഇങ്ങനെയുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കുക. സാഹസികതയൊക്കെ വേണം, പക്ഷെ അതിനും ഇടണം ഒരു അതിർവരം.